മിഷിഗണിലെ മോർമോൺ ചർച്ചിൽ നടന്ന വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടെന്നാണ് പോലീസ് പറയുന്നത്. 5 പേർന്ന് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. 8 പേർക്ക് പരിക്കേറ്റെന്നാണ് ആദ്യ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതിൽ ഈ മരിച്ചവരിൽ 2 പേര് പള്ളിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നീട് ഈ തീയിൽപ്പെട്ടാണ് 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്ന് രാവിലെ പ്രാദേശിക സമയം 10:25 കൂടിയാണ് ഈ വെടിവെപ്പ് നടന്നത്. നോർത്ത് ഡിട്രോയിറ്റിൽ നിന്ന് ഏതാണ്ട് 50 മൈൽ അകലെയുള്ള ഗ്രാൻഡ് ബ്ലാങ്കിലുള്ള ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പള്ളിയിലാണ് ഈ വെടിവെപ്പ് നടന്നത്. വെടിവെച്ചതിന് ശേഷം അക്രമി പള്ളിക്ക് തീയിടുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് തോമസ് ജേക്കബ് സാൻഫോർഡ് എന്നാണ്. ഇദ്ദേഹം പിന്നെ പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തിനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പോലീസ്. അതോടുകൂടിയാണ് ഈ സംഭവം നിയന്ത്രണ വിധേയമായത്. പ്രാർത്ഥനയ്ക്കിടയിലായിരുന്നു ഈ സംഭവം നടന്നത്. പള്ളിയിലേക്ക് ഇദ്ദേഹം വാഹനം ഓടിച്ചെത്തി അപ്രതീക്ഷിതമായിട്ട് വെടിയുതിർക്കുകയായിരുന്നാണ് പോലീസ് പറയുന്നത്. പിന്നീടാണ് ഇദ്ദേഹം പള്ളിക്ക് തീയിട്ടത്. ഇദ്ദേഹം മുൻ US സൈനികനായിരുന്നു. ഇറാഖിലെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ഒരാളായിരുന്നു. ഈ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിട്ടുണ്ട്. സാഹചര്യം വിലയിരുത്തി FBI ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അതുപോലെ ലോക്കൽ പോലീസിനൊക്കെയുള്ള സഹായം നൽകുന്നു. ട്രംപ് പറയുന്നത് അമേരിക്കയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള മറ്റൊരു ആക്രമണമായി വേണം ഇതിനെ വിലയിരുത്തുവാൻ. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് അറുതി വേണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്.